ഭാരതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതായ കൃഷ്ണൻ നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് പോലെ ഒരു ദൈവമാണെന്ന് പറഞ്ഞ് തള്ളരുത്. അദ്ദേഹം മനുഷ്യനായിരുന്നു. എന്നാലോ യോഗേശ്വരൻ. ഓരോ സന്ദർഭത്തിലും അദ്ദേഹം പറയണത് നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. ഈ ഖാണ്ഡവ വനദാഹവും അത് സംബന്ധിച്ച് അഗ്നിക്ക് അർജുനൻ്റെയും കൃഷ്ണൻ്റെയും സഹായം ആവശ്യപ്പെടേണ്ടി വന്നതും ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ വെറുതെ ഇങ്ങനെ കൃഷ്ണ പരമാത്മാവ് എന്ന് പറഞ്ഞ ഒരു ദിവ്യ പരിവേഷം അങ്ങോട്ട് കൽപ്പിച്ചു കൊടുത്ത് വിടരുത്. മഹാഭാരതമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവത്ഗീത അതിൻ്റെ ശരിയായിട്ടുള്ള കേന്ദ്രീയ രംഗമാണ്. അതിൽ ആ ധർമ്മശബ്ദത്തിനെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ എന്നുള്ള ആ ഒരൊറ്റ ശ്ലോകത്തിന് ഒപ്പിച്ചാണ് നമ്മളിത് മുഴുവൻ പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ദിവ്യം എന്ന് പറഞ്ഞങ്ങോട്ട് വിടരുത്. മഹാഭാരതം അവതരിപ്പിക്കുന്നതായ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണൻ തൻ്റെ ധൈര്യം കൊണ്ടും പരാക്രമം കൊണ്ടും തപസ്സുകൊണ്ടും എല്ലാമാണ് ഓരോന്നും നേടിയിരിക്കുന്നത്. അതിൽ കൃഷ്ണൻ്റെ കയ്യിലുള്ള 2 സാധനമുണ്ട്. എന്താ? ചക്രവും കൗമോദകി എന്ന് പറയുന്ന ഗദയും. അർജുനനോ ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും. ഇത് 4 കൂട്ടം സംഗതികളും വരുണനോട് പറഞ്ഞ് അഗ്നിദേവൻ കൊടുപ്പിക്കുന്നതാണ് ഖാണ്ഡവദാഹം സുഗമമായി നടത്താൻ വേണ്ടി. ഇതിപ്പോൾ എന്തിനാ ഞാൻ പറയുന്നത്? ചക്രഗദാപാണി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ കൃഷ്ണനെ. പക്ഷേ കൃഷ്ണൻ അത് എങ്ങനെ കിട്ടി? മനുഷ്യകൃഷ്ണനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിൽ. അദ്ദേഹത്തിന് കിട്ടാനുള്ള സന്ദർഭം അത് എന്തിനു കൊടുത്തു, എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറയുകയാണ്. അർജുനന് ഗാണ്ഡീവവും ആവനാഴിയും കിട്ടിയതുപോലെയാണ് കൃഷ്ണന് ചക്രവും ഗദയും കിട്ടിയതും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉദ്ധരിച്ചത്. ഈ ചക്രത്തിനെ പറ്റിയും ഈ ഗദയെ പറ്റിയിട്ടുമൊക്കെ കൂടുതൽ വിവരങ്ങൾ മഹാഭാരതത്തിൽ നൽകുന്ന രംഗങ്ങളുണ്ട്. എങ്ങനെയാണ് കൃഷ്ണൻ ഇത് സമ്പാദിച്ചത്? കൃഷ്ണൻ തപസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. തപസ് ചെയ്തു, എന്തിനാണ് ചെയ്തത്? ഇത് മുഴുവൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭവും ഒരാവശ്യമുണ്ട്. ഇതൊക്കെ മഹാഭാരതത്തിൽ അവിടെ ഇവിടെ ഓരോ സ്ഥലത്ത് പ്രസംഗവശാലും അല്ലാത്ത തരത്തിലും കൂട്ടിച്ചേർത്ത് പറയുന്ന ഭാഗങ്ങളാണ്. ഇത് നമുക്ക് ഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. വ്യാസദേവൻ നമുക്ക് മഹാഭാരതത്തിൽ സമ്മാനിക്കുന്ന കൃഷ്ണൻ, ചിത്രീകരിക്കുന്ന വിവരിക്കുന്ന കൃഷ്ണൻ ഒരു ദൈവകൃഷ്ണനല്ല, മനുഷ്യകൃഷ്ണനാണ്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ആ മനുഷ്യകൃഷ്ണൻ്റെ അമാനുഷമായിരിക്കുന്ന ഒരു വൈഭവം, പ്രതാപം, ബുദ്ധി, ശക്തി എന്തൊക്കെയാ? ഭഗവാൻ എന്നുള്ള വാക്കിന് തന്നെ എന്താ അർത്ഥം? നിങ്ങൾ വിചാരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്ന്. അങ്ങനെയല്ല. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്ശ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗയിതീരണ. ഈ 6 കൂട്ടം വിഭവങ്ങളോ നേട്ടങ്ങളോ യോഗ്യതകളോ സമ്പന്നതകളോ ആർക്കുണ്ടോ ആ ആളെയാണ് ഭഗവാൻ എന്ന് പറയുക. ഇത് ആർക്കാ ഉണ്ടാവുക? ഇത് സിംഹത്തിനും നരിക്കുമുള്ളതല്ല. മനുഷ്യരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയിൽ ഈ 6 സമ്പന്നതകൾ കണ്ടാൽ ആ ആളെയാണ് ഭഗവാൻ എന്ന് പറയുക. ഭഗവത്ഗീത എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ 6 സമ്പന്നതകളുള്ള കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അതിന് ഭഗവത്ഗീത എന്ന പേരുണ്ടായത്. ഈ ഭഗം എന്ന് പറയുന്ന സമ്പന്നത ആർക്കുണ്ടോ ആ ആൾ ഒക്കെ എവിടെയായാലും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അത് ഭഗവത്ഗീതയായി. മാത്രമല്ല ആ ഗീതയിലുള്ള ഉപദേശങ്ങളും മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും ദർശനം, അനുഭവം ഇതെല്ലാം ആരാരെല്ലാം കൈക്കലാക്കുന്നുവോ അവരും കൃഷ്ണനെപ്പോലെ ഭഗവാനാകും. അപ്പം മനുഷ്യരെ ഭഗവാനാക്കുന്നതും ഭഗവാനായ മനുഷ്യൻ പാടിയതും അതാണ് ഭഗവത്ഗീത. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണ ഒരു വാക്ക് കേൾക്കും, ആ വാക്കിന് പ്രചാരത്തിലുള്ള ഒരർത്ഥമുണ്ടാവും. ആ പ്രചാരത്തിലുള്ള അർത്ഥം എപ്പോഴും ശരിയായി എന്ന് വരില്ല. ഞങ്ങളിവിടെ ഒരു സംസ്കാര പൈതൃക ക്ലാസ് നടത്തുന്നുണ്ട്. 100 ചില്ലാനം കുട്ടികളുണ്ട് അവിടെ ഞായറാഴ്ച തോറും. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിവിടെ വരുന്നുണ്ടല്ലോ, സംസ്കൃതം ശ്ലോകങ്ങളൊക്കെ ചൊല്ലി പഠിപ്പിച്ച ഒരു കോമ്പറ്റീഷൻ വെച്ചു അവർക്ക് ആ ശ്ലോകങ്ങൾ ചൊല്ലാൻ. കുട്ടികൾ നന്നായി ചൊല്ലി എന്ന് വേണം പറയാൻ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയുള്ള സംസ്കൃത ശ്ലോകങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടും നിങ്ങൾ പഠിച്ചത് കൊണ്ടും എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം എന്ന് ചോദിച്ചപ്പോൾ 1-2 കുട്ടികൾ അവിടെ വന്ന് മൈക്കിൻ്റെ മുമ്പിലിരുന്ന് പറയുക. അതിലൊരു കുട്ടി പറയുകയാണ്, സാധാരണ ഞങ്ങളൊക്കെ സംസാരിക്കും,
സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ആ സംസാരത്തിൽ ഭാഷ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് ഞങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എനിക്ക് ഭാഷയിൽ ശ്രദ്ധിക്കണം, നല്ല പദങ്ങൾ ഉപയോഗിക്കണം. കേരളത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങോളം പറയുന്ന ഒരു വാക്കാണ് ഭയങ്കരം. എന്താ ഭയങ്കരം? ഭയങ്കര ഭംഗി, ഭയങ്കര സൗകര്യം, ഒക്കെ ഭയങ്കര അവിടെ. അപ്പോൾ ഈ ഭയങ്കരം എന്നുള്ള വാക്കിന് ഇങ്ങനെ ഒരു വിശേഷണമാവാനുള്ള ഒരു വകുപ്പ് വല്ലതും ഉണ്ടോ? അതിൽ അർത്ഥം ഭയം ജനിപ്പിക്കുന്നതാണ് ഭയങ്കരം. അപ്പോൾ ഒരാൾ ഭയങ്കരനായാൾ എന്ന് പറഞ്ഞാൽ ആ ആളെ കണ്ടാൽ പേടിയാവും, എല്ലാവരും ഓടിപ്പോണം, കാക്കയും പന്നിയും കൂടി ഓടണം. അതല്ലേ ഭയങ്കരൻ എന്നുള്ള വാക്കിനർത്ഥം. നമുക്ക് കേരളീയർക്ക് ഭയങ്കരം ഇതാണ് അവരുടെ അർത്ഥം. ഇത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഭയം എന്നുള്ള വാക്കെന്താ? ഭയങ്കരം എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷയ്ക്കൊരു വ്യാകരണം വേണം, വ്യവസ്ഥകൾ വേണം. ആ വ്യവസ്ഥകളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പറയുമ്പോൾ ഈ ഭയങ്കര ശബ്ദം ഇപ്പോൾ ഉപയോഗിക്കുന്നത് തീരെ തെറ്റാ. ഇതെനിക്ക് മനസ്സിലായി എന്നാണ് ആ കുട്ടി പറയണത്. ഇപ്പം ഞാൻ ഭയങ്കരം എന്ന് പറയാറില്ല. എൻ്റെ സഹപാഠികൾ ആരായിട്ടുള്ളവർ അങ്ങനെയുള്ളവർ പറയുമ്പോൾ അവരോട് ഞാൻ നിരുത്സാഹപ്പെടുത്തി തെറ്റുതിരുത്തി കൊടുക്കും. എടോ, താൻ എവിടേക്കാണ് പോണത് ഇതൊക്കെ പഠിക്കാൻ? ഞാനൊരു ആശ്രമത്തിൽ പോകുന്നുണ്ട്, ആശ്രമത്തിൽ ഇതൊക്കെ പറഞ്ഞു തരുമോ, ഇതൊക്കെ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ടത്ര അവർ. അപ്പം നമുക്ക് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ഭഗവാൻ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു, ഈശ്വരന് പര്യായ ശബ്ദമായി ഉപയോഗിക്കുന്നു. പക്ഷേ മനുഷ്യന് ഭഗമുണ്ടാവുമ്പോഴാണ് ഭഗവാനായിത്തീരുന്നത് എന്നുള്ള ഒരു സത്യം, ഒരർത്ഥം, അതിൻ്റെ ശരിയായ നിർദ്ദേശം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അങ്ങനെ ഒരു ഭഗവാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇതാണ് ഭൂമാനന്ദ സ്വാമി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒന്നും കൂടിയും വ്യക്തമാക്കാം. എന്താ അത്? കൃഷ്ണൻ്റെ സമയോചിതവും അസാമാന്യവും അസാധാരണവുമായിരിക്കുന്ന ധീരത, മനസ്സാന്നിധ്യം, എന്ത് സാഹസവും ബുദ്ധിയോടുകൂടി, തന്ത്രത്തോടുകൂടി, കൗശലത്തോടുകൂടി, നയചാതുര്യത്തോടുകൂടി നിർവഹിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മനസ്ഥിതിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് ഈ ഇതൊക്കെ കിട്ടിയത്. അഗ്നിക്ക് ഖാണ്ഡവവനം ദഹിപ്പിക്കണം, അതിന് സ്വയം പരിശ്രമിച്ച് 7 തവണ പരാജയപ്പെട്ടു. അപ്പോഴാണ് അർജുനനെയും കൃഷ്ണനെയും കൂട്ടുപിടിച്ച് അവർക്ക് 4 കൂട്ടം സംഗതികൾ സമ്മാനം കൊടുത്തു. അതിൽപ്പെട്ടതാണ് കൗമോദകിയും ചക്രവും എന്ന് പറഞ്ഞു. ഈ ചക്രത്തിൻ്റെ പിന്നിൽ കുറച്ചുകൂടി കഥയുണ്ട്. കൃഷ്ണൻ തന്നെ വിവരിക്കുന്ന ഭാഗമാണ്. എന്താണത്? മഹാഭാരത യുദ്ധം ഏതാണ്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആ സമയത്ത് രാത്രി യുദ്ധത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം അവരുണ്ടാക്കിയിരുന്നു. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അശ്വത്ഥാമാവ് രാത്രി കുറേ ആൾക്കാരോട് കൂടി വന്ന് അവിടെ കിടക്കുന്നവരെല്ലാം വെട്ടിക്കൊന്നു. അതിൽ ദ്രൗപദിയുടെ മക്കൾ പെടും, എല്ലാവരും പെടും. രാത്രി ഒരു കൂട്ടക്കൊലയാണ് നടത്തിയത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ ചോദിച്ചാൽ ചെയ്യില്ല. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈർഷ എത്ര വേണമെങ്കിലും ഉണ്ടാവാം, അതിനൊരു അതിരുമില്ല. ദുര്യോധനൻ എന്തൊക്കെ ചെയ്തു? ഇപ്പം അശ്വത്ഥാമാവ്, അതും ദ്രോണാചാര്യരുടെ ഒരു മകൻ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ആനയിൽ കയറി പരിചയമുള്ള ഒരു ആനക്കാരൻ്റെ കാലിലുള്ള തഴുമ്പ് കുട്ടിക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ ഒരച്ഛനോ ഒരമ്മയ്ക്കോ ജനിക്കുന്ന കുട്ടി അവരെ പോലെ ആയിക്കൊള്ളണം എന്നില്ല. ദ്രോണാചാര്യർ എങ്ങനെയോ അതുപോലെയല്ല മകൻ. അശ്വത്ഥാമാവ് ഒരു തരം വേറെയാണ്. അപ്പം അച്ഛനെ പോലെ ആയിക്കൊള്ളണം കുട്ടി എന്ന് പ്രമാണമില്ല. സാധാരണ അങ്ങനെ ആവാറുണ്ട്. എന്നാൽ അതിന് തീരെ വിരുദ്ധമായി വിപരീതം എന്നുള്ള നിലയ്ക്കും സംഭവിക്കാം. അപ്പം അശ്വത്ഥാമാവ് ചെയ്ത കടും കൈയാണത്. എന്തെല്ലാം അതുവരെ നടന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ കവച്ചു വെച്ചുകൊണ്ട് ഒരു കൊടും ക്രൂരതയാണ് അശ്വത്ഥാമാവ് നടത്തിയത്. അതിൽ മരിച്ചു പോയതിൽ ദ്രൗപദിയുടെ മക്കളൊക്കെ പെടും. അപ്പം ദ്രൗപദി എന്ത് ചെയ്തു? വളരെയധികം ദുഃഖിതയായി ഞാനിത് സഹിക്കില്ല എന്ന് പറഞ്ഞ് ഭീമനോട് ആവലാതിയായി. ഭീമനോട് പറഞ്ഞു. ഭീമനാണല്ലോ പല സന്ദർഭങ്ങളിലും പഞ്ചപാണ്ഡവന്മാരിൽ ബാക്കിയുള്ളവരെ പോലും രക്ഷിച്ചിരിക്കുന്നത്. ഭീമനോട് പറയുകയാണ്, അരക്കില്ലത്തിൽ എല്ലാവരെയും ഇട്ട് ചുട്ട് അങ്ങോട്ട് ദഹിപ്പിക്കാൻ വേണ്ടി തീ കൊടുത്തപ്പോൾ ഭീമനല്ലേ ഞങ്ങളെ എല്ലാവരും ചുമലിൽ കയറ്റി രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്? അവിടെ വാരണാവതത്തിലുള്ള ഒരു സംഭവമാണ്. ഹിഡുംബൻ ആക്രമിക്കാൻ വന്നപ്പോൾ അതിൽ നിന്നും രക്ഷിച്ചു, കീചകൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു. അങ്ങനെ ആപത്തിൽ ബാക്കി ആർക്കും പറ്റാത്ത സംഗതി ചെയ്ത് ഞങ്ങളെ രക്ഷിച്ചവനാണ്. ആ ഭീമനോട് പറയുകയാണ് ദ്രൗപദി, എന്ത്? ഇതിന് പകരം വീട്ടാതെ ഒരു നിവൃത്തിയില്ല. ഈ ദ്രോണൻ്റെ മകനുണ്ടല്ലോ അശ്വത്ഥാമാവ്, ആ അശ്വത്ഥാമാവിനെ കൊന്ന് അവൻ്റെ തലയിലുള്ള മണി
നിന്റെ സഹോദരൻ ജ്യേഷ്ഠഭ്രാതാവായ യുധിഷ്ഠിരൻ്റെ തലയിൽ ചൂടിയാലേ ഞാൻ മരിക്കാതെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പ്രായോപവേശവും മരണവുമായി കൂടുകയാണ്. ഇതാണ് പറഞ്ഞത്. അപ്പം ഈ അശ്വത്ഥാമാവിനെ നേരിടാനും കീഴടക്കാനും കൊല്ലാനും വേണ്ടി ഭീമൻ ചാടി അങ്ങോട്ട് പുറപ്പെട്ടു. കൂടെ അർജുനനും പുറപ്പെട്ടു. ആ പുറപ്പെടുന്ന സമയത്ത് ഭീമൻ്റെ കൂടെ സഹായത്തിന് എന്നുള്ള നിലയ്ക്കാണ് യുധിഷ്ഠിരനും അർജുനനും കൂടി പോകാൻ പറയുകയാണ് ചെയ്തത്. ആര്? കൃഷ്ണൻ. അങ്ങനെ പറയുന്ന സമയത്ത് കൃഷ്ണൻ ആ പൂർവ്വചരിത്രം ഒന്ന് അവതരിപ്പിക്കുക. ഈ അശ്വത്ഥാമാവ് എങ്ങനെയുള്ളവനായിരുന്നു, അവനും ഞാനും തമ്മിൽ നേരിട്ട് നടന്ന ഒരു സമ്പർക്കമുണ്ട്, നിർണായകമായ ഒരു സമ്പർക്കം. അത് ഞാൻ വിവരിച്ചു തരാം. ഈ ആളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള നന്മയോ ഒന്നും തന്നെയില്ല. ഈ ചെയ്തത് കടും കൈയാണ്. ഈ കടും കൈ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു കൊടും ക്രൂര മനസ്സ് വേണം. ആ മനസ്സുണ്ട്. ആ മനസ്സുണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ ഇംഗിതങ്ങളോ ഉദ്ദേശങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ഉപായപ്പെട്ടതല്ല. നിങ്ങൾക്ക് ആർക്കും ചിത്രീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്വാനുഭവം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഒരു സംഭവം പറയുന്നു. ഇതെന്തിനാ ഞാൻ അവതരിപ്പിക്കുന്നത്? കൃഷ്ണൻ്റെ ആ മാനുഷഭാവം നല്ല പോലെ മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയാലേ ഈ മഹാഭാരതം പ്രായോഗികമാവുള്ളൂ. നമ്മൾ വായിക്കണതൊക്കെ ദിവ്യമാണ്, സ്വർഗീയമാണ്, സ്വർഗീയമാണ്, അമാനുഷമാണ്, അമാനുഷമാണ് എന്ന് പറഞ്ഞിരുന്നാൽ മനുഷ്യരായിരിക്കുന്ന നാം നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഒക്കെ ഇന്ദ്രനെയും ചന്ദ്രനെയും സംബന്ധിച്ച കാര്യങ്ങളാണ്. മനുഷ്യരാശിയിൽ ജനിച്ച മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന് അമ്മിഞ്ഞ കുടിച്ച് വളർന്ന് നമ്മുടെ മനോവികാരങ്ങളോടുകൂടി ജീവിക്കുന്ന നമുക്ക് പ്രായോഗികമായി വല്ലതും ഉണ്ടെങ്കിലല്ലേ ഈ ശാസ്ത്രമോ ഇതിഹാസമോ വായിച്ച് പ്രയോജനമുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതാണ് ഉദ്ദേശം. ഒരു ദിവസം ഈ അശ്വത്ഥാമാവ് കൃഷ്ണൻ പറയുകയാണ്, എൻ്റെ അടുത്ത് വന്നു, എനിക്ക് ചക്രം വേണം എന്ന് പറഞ്ഞു. ആ ചക്രം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങയ്ക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിലുള്ള ഒരു അസ്ത്രം ഉപദേശിച്ചു തരാം. ഏതാ അസ്ത്രം? ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് പലരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ ഈ ദ്രോണൻ ബ്രഹ്മശിരോസ്ത്രം എന്ന് പറഞ്ഞ് വിശേഷപ്പെട്ട ഒരു അസ്ത്രം ഉണ്ടായിരുന്നു. ബ്രഹ്മശിരോസ്ത്രം രണ്ടാൾക്കാണ് ദ്രോണൻ കൊടുത്തത്. ഒന്ന് കൊടുത്തത് ആർക്കാ? അശ്വത്ഥാമാവ് മകന്. രണ്ടാമത് കൊടുത്തതോ അർജുനന്. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പം ആ അസ്ത്രം കൃഷ്ണന് ഞാൻ തരാം, എന്നിട്ടോ എനിക്ക് അങ്ങയുടെ കയ്യിലുള്ള ആ ചക്രം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ട ഉടനെ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ആലോചിക്കും. എന്തായി? ഒരൊറ്റ ആളും ഇത് കൊടുക്കാൻ തയ്യാറാവില്ല. ആ കൃഷ്ണൻ്റെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കൃഷ്ണനെ കൃഷ്ണനായി കാണണം. ദേവനാണെന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പോവില്ല എന്ന് വിചാരിക്കും. കൃഷ്ണൻ ഒന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ ഉദാരബുദ്ധി, മനസ്സിൻ്റെ സമഭാവം കൂടെ ഉള്ളതാണ്. എന്ത് വന്നാലും പുഞ്ചിരിയോടുകൂടി നേരിടുക. തന്നെ കുറ്റം പറഞ്ഞാലും കൊള്ളാം, ആക്രമിക്കാൻ വന്നാലും കൊള്ളാം, അടുത്തു വരുമ്പോൾ മാത്രം ആ കൃഷ്ണൻ്റെ പ്രഭാവം തന്നെ വെളിപ്പെടും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അങ്ങനെ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു, അത് പ്രദർശിപ്പിച്ചിരുന്നു എന്നറിഞ്ഞതിൻ്റെ പേരിലാണ് ബാലലീലകളും എല്ലാമായി പിന്നീട് കൃഷ്ണനെപ്പറ്റി ദിവ്യമായ ഒരു സംഭവ വിവരണം എഴുതി ഉണ്ടാക്കിയത് തന്നെ. മനുഷ്യർക്ക് കൂടുതൽ ഭക്തി വളരാനും ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും ആദരവും ബഹുമാനവും ഒക്കെ തോന്നാനും വേണ്ടി. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ അങ്ങോട്ട് നിരത്തി വെച്ചു അത്രേ. ഏത് ചുറ്റുപാടിലും സാഹചര്യത്തിലും പരിതസ്ഥിതിയിലും പുഞ്ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ്റെ പെരുമാറ്റം. തക്ക മനസ്സാന്നിധ്യം. എന്തു വേണമെങ്കിൽ പ്രതിരോധിക്കണമെങ്കിൽ പ്രതിരോധിക്കുക, താഴണമെങ്കിൽ താഴുക, ഉയരണമെങ്കിൽ ഉയരുക, എന്തു വേണമെങ്കിലും അദ്ദേഹം ചെയ്യും. തേരാളിയായിരിക്കണം എന്ന് അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ, ഇത്രയും വലിയ ഒരു മനുഷ്യനെ തൻ്റെ തേരാളിയാക്കാൻ പുറപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. നിങ്ങളൊക്കെ ആണെങ്കിൽ സമ്മതിക്കുമോ? അവരവർക്ക് ഉചിതമായിട്ടുള്ള ഒരു റിസപ്ഷൻ കിട്ടിയില്ലെങ്കിൽ പോകാൻ പോലും തയ്യാറില്ലാത്തവരാണ് പലരും. കൃഷ്ണൻ അങ്ങനെയില്ല. ഏത് സ്ഥാനം നിങ്ങൾ എനിക്ക് കൽപ്പിച്ചു തന്നാലും ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ മാഹാത്മ്യമോ എൻ്റെ കുശലതയോ ഞാൻ പ്രകടമാക്കിക്കൊള്ളാം എന്നാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു സ്വഭാവമാണ് ആ വ്യക്തിവിശേഷം നമുക്ക് കിട്ടേണ്ടതാണ്. വളരെ ഫ്ലെക്സിബിളാണ് മനസ്സ്. അതേ സമയത്ത് വിശാലമാണ്, ഗാഠമാണ്, ഉത്തുംഗമാണ്, ഉത്കൃഷ്ടമാണ്, വലിയ പരിമാണവും മാനവുമൊക്കെ ഉണ്ട്. ഇതം ധനുരിയം ശക്തി ഇതം ചക്രമിയം ഗദ യദ്യദിച്ഛതി ചേത് അസ്ത്രം മത്തഃ തത്തദ്ദദാമിതേ. ചോദിച്ചത് എന്താ? ചക്രം. തൻ്റെ കയ്യിലുള്ളതോ ചക്രം മാത്രമല്ല, പലതും ഉണ്ട്. അവിടെ നിരത്തി മുമ്പിൽ അങ്ങോട്ട് വെച്ചു അത്രേ. ഇതം ധനുഹു, ഇതാ എൻ്റെ ധനുഷ്. ഇയം ശക്തി, ഇതാ എൻ്റെ വേല ശക്തി.
ഇതം ചക്രം, എൻ്റെ ചക്രം, നീ ചോദിച്ചുല്ലോ ആ ചക്രം. ഇതം ഇയം ഗദ, ഗദയും ദാ ഇവിടെ വച്ചിരിക്കുന്നു. അങ്ങനെ വേലുണ്ട്, ധനുസ്സുണ്ട്, ഗദയുണ്ട്, ചക്രമുണ്ട്, എല്ലാം നിരത്തി വെച്ച് യദ്യതിച്ഛതി ചേത് അസ്ത്രം മത്തഃ തത്തദ്ദാമിതേ, ഏത് നിനക്ക് ആഗ്രഹമുണ്ടോ ആവശ്യമുണ്ടോ അത് ഞാൻ നിനക്ക് തരുന്നു, തന്നു കഴിഞ്ഞു, നീ എടുക്കേ വേണ്ടു. അപ്പോൾ ചോദിക്കുമ്പോഴേക്കും കൊടുത്തു. ഏത് കൊടുക്കണം ഒന്ന് ആലോചിക്കാം, ഞാൻ അവിടെ ഒന്ന് പോയി ദ്വാരകയിൽ ചോദിച്ചിട്ട് വരട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ചോദിക്കേണ്ട താമസം കയ്യിലുള്ളത് നിരത്തി വെച്ചു. യച്ഛക്നോഷി സമുദ്യന്തും പ്രയോക്തുമവിവാരണേ തദ്ഗൃഹാണ വിനാസ്ത്രേണ യന്മേ ദാതും അഭീപ്സസി. അശ്വത്ഥാമാവ് എന്നോട് പറഞ്ഞത് എന്താ? എൻ്റെ കയ്യിലുള്ള ബ്രഹ്മശിരോസ്ത്രം ഞാൻ തരാം, അതിന് പകരം ചക്രം എനിക്ക് വേണം എന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് ആ അസ്ത്രം വേണ്ട, ഒരാവശ്യമില്ല. എൻ്റെ കയ്യിലുള്ള ചക്രമാണല്ലോ ആവശ്യം, ചക്രമല്ല. ഞാൻ വില്ലും വെച്ചിട്ടുണ്ട്, വേലും വെച്ചിട്ടുണ്ട്, ഗദയും വെച്ചിട്ടുണ്ട്, ചക്രവുമുണ്ട്. ഇത് നിനക്ക് എന്ത് വേണമെങ്കിൽ എടുക്കണം, പക്ഷേ ഒരു കണ്ടീഷൻ, യച്ഛക്നോഷി സമുദ്യന്തും, ഇത് എടുക്കണം, ഇത് ഇവിടുന്ന് എടുക്കണം. മാത്രമല്ല രണേവ പ്രയോക്തുമപി, അത് യുദ്ധത്തിൽ പ്രയോഗിക്കാൻ വേണം. അപ്പോൾ പ്രയോഗിക്കാനുള്ള അറിവും തഴക്കവും പാഠവുമെല്ലാം വേണം. ഇത് ഇവിടുന്ന് എടുത്തു പൊന്തിക്കാനുള്ള ഒരു തയ്യാറും നിനക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിലോ തദ്ഗൃഹാണ വിനാസ്ത്രേണ, എടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ. എനിക്ക് അതിന് പകരമായിട്ടോ അതിന് മുൻതൂക്കം മുൻവിധിയായിട്ടോ എനിക്ക് അസ്ത്രം വേണ്ട. ദാതും അഭീപ്സസി, എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, ആ തരാമെന്ന് പറഞ്ഞിട്ടുള്ള അസ്ത്രം എനിക്ക് ആവശ്യമില്ല. യച്ഛക്നോഷി സമുദ്യന്തും പ്രയോക്തുമഭിവാരണേ തദ്ഗൃഹാണ വിനാസ്ത്രേണ യന്മേ ദാതും അഭീപ്സസി. സസുനാഭം സഹസ്രാരം വജ്രനാഭം അയസ്മയം വവ്രേ ചക്രം മഹാഭാഗോ മത്തഃ സ്പർദ്ധന്മയാ സഹ. ഈ 4 എടുത്തു വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ കേട്ടോളൂ നിങ്ങളെല്ലാവരും. ആരോടാ പറയണത്? അവിടെ യുധിഷ്ഠിരനുണ്ട്, അർജുനനുണ്ട്, ബാക്കിയുള്ളവരുമുണ്ട്. അവർക്ക് അറിയാൻ വേണ്ടി മുൻപ് നടന്ന സംഭവം പറയുക. അശ്വത്ഥാമാവിനെ നേരിടാൻ പോവുകയാണല്ലോ. ആ ആളുടെ സ്വഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വെറും യുദ്ധപാഠവം എന്നതിൽ കവിഞ്ഞ് ഒരു മനുഷ്യൻ്റെ സൈക്കോളജി, ഒരു ഇന്നർ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ആന്തര വ്യക്തിത്വം, അത് മനസ്സിലാവുന്നത് എപ്പോഴും നല്ലതാണ്. സസുനാഭം സഹസ്രാരം വജ്രനാഭം അയസ്മയം. ഈ ചക്രം എങ്ങനത്തതാ? വജ്രനാഭം, വജ്രനാഭിയാണതിന്. അനവധി അഴികളുണ്ട് ആ ചക്രത്തിൽ. വജ്രനാഭം അയസ്മയം, അത് ഇരുമ്പ് ഉരുക്ക്, ആ ഉരുക്കിനോ പോലെയുള്ളതാ. വവ്രേ ചക്രം മഹാഭാഗോ മത്തഃ, എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത് ആ ചക്രമാണ്. സ്പർദ്ധന്മയാസഹ, ഈ ചക്രം ആവശ്യപ്പെടാനുള്ള കാരണം എന്താ? എന്നോടുള്ള സ്പർദ്ധ കൊണ്ടാണ്. ആ ചക്രം കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചാൽ എനിക്ക് പിന്നെ എന്തും ആവാം, ഞാനായി പിന്നെ കൃഷ്ണന് ലോകത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. അപ്പം കൃഷ്ണനെ ഒരു നിലയ്ക്ക് നിർവീര്യനാക്കാൻ വേണ്ടിയാണ് ഈ ചോദിച്ച ചോദ്യം. അപ്പം എന്നോടുള്ള സ്പർദ്ധ കൊണ്ടാണ് ആവശ്യപ്പെട്ടത്. ഗൃഹാണ ചക്രമിത്യുക്തോ മയാതു തദനന്തരം ജഗ്രാഹോത്പത്യ സഹസാ ചക്രം സവ്യേന പാണിന. ഗൃഹാണ ചക്രമിത്യുക്തോ മയാതു തദനന്തരം, ദാ എടുത്തോളൂ എന്നങ്ങോട്ട് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ് അശ്വത്ഥാമാവിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് കൊടുത്തു. ജഗ്രാഹ ഉത്പത്യ സഹസാ ചക്രം, ഉടനെ അത് എടുക്കണമല്ലോ. ഒരാൾക്കൊരു സാധനം കൊടുത്താൽ അതാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. കൊടുക്കുകയല്ല, എടുത്തോളാനാ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നു കഴിഞ്ഞു, ഇനി എടുത്തുകൊണ്ട് പോവുക മാത്രമേ ഉള്ളൂ. നമുക്കൊരു സമ്പ്രദായം ഉണ്ട്, എന്താണെന്നറിയോ? ഈ കുരുമുളക് കൊടുക്കുന്ന സമയത്ത് ആരും കുരുമുളക് പൊതിഞ്ഞ് ഒരാളുടെ കയ്യിൽ കൊടുക്കില്ല. അതിനൊരു ട്രഡീഷൻ ഉണ്ട്, നമ്മുടെ സമ്പ്രദായം. എന്താ അത്? കുരുമുളക് പൊതിഞ്ഞ് അവിടെ വയ്ക്കും, ഇതാ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുകയുള്ളൂ, ആർക്കും കൊടുക്കാറില്ല. ഇപ്പം കൃഷ്ണൻ അതുപോലെ കുരുമുളക് പോലെ കൊടുത്തു എന്നല്ല, അങ്ങനെ ചില ചിട്ടയുണ്ട് നമുക്ക് എന്ന് ഞാൻ പറയുക. നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, നമ്മളിവിടെ സംസ്കാര ചരിത്രമാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ അവിടെ വച്ചിട്ട് ജഗ്രാഹ ഉത്പത്യ സഹസാ ചക്രം സവ്യേന പാണിന, ഇതങ്ങോട്ട് പറയേണ്ട താമസം. അശ്വത്ഥാമാവിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നിങ്ങളെല്ലാവരും ആലോചിച്ചോളൂ. ഒരാളൊരു സാധനം തന്നാൽ എന്താ ചെയ്യുക? ഒന്നിലോ 2 കൈ കൊണ്ടും വാങ്ങും. എടുക്കുകയാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് എടുക്കും, അല്ലെങ്കിൽ വലത്തെ കൈ കാണിച്ചു വാങ്ങും.
ആരെങ്കിലും വലത് കയ്യന്മാർ ഇടത് കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇത് ശൗചത്തിനുള്ള ഒരു കൈയാണല്ലോ. രണ്ടും കൂടിയാണെങ്കിൽ ഒരു സാധനം ഇങ്ങനെ നിങ്ങൾക്ക് പൊന്തിക്കാം. ഒറ്റയ്ക്ക് പൊന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ഇടത്തെ കൈ കൊണ്ടല്ല പൊന്തിക്കുക. ഇന്നത്തെ കാലത്ത് ഒരാൾ ഇടത്തു ഭാഗത്ത് ഇരിക്കണു, ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ കൊടുക്കും സൗകര്യത്തിന്. കൊടുക്കേണ്ടത് എപ്പോഴും വലത്തെ കൈ കൊണ്ടാണ്, മേടിക്കണതും വലത്തെ കൈ കൊണ്ടാണ്. കല്യാണം കഴിഞ്ഞ് പുത്രവധുവെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ഉമ്മറപ്പടി അങ്ങോട്ട് താണ്ടി വെക്കേണ്ട ഒരു സമയം വരും. ഇന്നത്തെ കാലത്ത് ഉമ്മറപ്പടി ഇല്ല, ഒക്കെ നിലം തന്നെയാണ്. ചേറ്റുപടി എന്നൊരു സാധനം ഇല്ലല്ലോ കട്ടളയ്ക്കിപ്പോൾ. അപ്പോൾ ആദ്യം അവരോട് പറയും വലത്തെ കാലെടുത്തു വെച്ച് വരൂന്ന്. അതാണ് ഇതിൻ്റെ ശുഭലക്ഷണം. ഇടത്തെ കാലല്ല, വലത്തെ കാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ നടക്കുന്ന സമയത്തും പുതിയതായിട്ടൊരു സ്ഥലത്ത് പ്രവേശിക്കുന്ന സമയത്തും ശ്രദ്ധയുണ്ടാവണം, അറ്റൻഷൻ വേണം. വെറുതെ അങ്ങോട്ട് ചെന്നോടത്ത് ചെന്ന് കിടക്കുകയല്ല, കിഴക്കോട്ട് തലവെച്ച് കിടക്കുക, ഇല്ലെങ്കിൽ തെക്കോട്ട്. ഇവിടെ ഏതാ കിഴക്കും പടിഞ്ഞാറും ഒക്കെ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഉറക്കം വന്നു, തലോണ കണ്ടു, ടപ്പ് അങ്ങനെ കിടന്നു, അത് പാടില്ല. എല്ലാറ്റിലും വേണം ഒരു നിയന്ത്രണം. അതുമാതിരി ചോറ് വിളമ്പിയാൽ പട്ടികളെയൊക്കെ പോലെ ഖപ്പ് 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 എന്ന് തിന്നില്ല, അതല്ല അതിൻ്റെ ശരി. അതിനുണ്ട് ഒരു മര്യാദ. സാധനങ്ങളൊക്കെ വിളമ്പി എല്ലാവർക്കുമൊക്കെ വിളമ്പി കഴിഞ്ഞാൽ കുറച്ച് ജലം കയ്യിലെടുത്ത് എന്തെങ്കിലും മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലി ഒന്ന് പവിത്രമായി ദിവ്യമാക്കി എന്ന് കഴിച്ചതിന് ശേഷം ഭക്ഷണം കുറേശ്ശെ എടുത്ത് കഴിക്കുക. ഇത് വിളമ്പിളയ്ക്കും വാരി വാരി തിന്നുകയാണെങ്കിൽ ഇത് എന്ത് മര്യാദയാണ്? നിങ്ങളിതൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ഇതൊക്കെ സഭ്യതയിൽപ്പെട്ടതാണ്, സംസ്കാരത്തിൽപ്പെട്ടതാണ്, സിവിലൈസേഷനിൽപ്പെട്ടതാണ്, റിഫൈൻമെൻറ്റിൽപ്പെട്ടതാണ്. മനുഷ്യന് ഇത് ആവശ്യമുണ്ട്, മൃഗങ്ങൾക്ക് ആവശ്യമില്ല. അവരവരുടെ പാട്ടിൽ നടന്നോട്ടെ. അപ്പോൾ ഗൃഹാണ ചക്രമിത്യുക്തോ മയാതു തദനന്തരം ജഗ്രാഹോത്പത്യ സഹസാ ചക്രം സവ്യേന പാണിന. ആ കുരുത്തക്കേട് അവിടെ കണ്ടില്ലേ? ഈ ദുഷ്ട മനസ്സുകൾക്ക് സ്വയം ആ ദുഷ്ടത ഹിംസിക്കുന്ന ഒരു നില വരും. അവർ ചെയ്യണത് എന്തും ആ അബദ്ധത്തിൽ കൂടിയേ ചെയ്യുള്ളൂ. അവരുടെ സമ്പ്രദായം അതാണല്ലോ, ഒരു വിനയം, ഒരു വണക്കം. ഇപ്പോൾ കൃഷ്ണനോട് വിനയത്തോടു കൂടി ചോദിച്ചതാ, അങ്ങയുടെ കയ്യിൽ ഒരു സുദർശന ചക്രം ഉണ്ടല്ലോ, എനിക്ക് കാണുമ്പോൾ തോന്നുക അത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന്. എൻ്റെ വിചാരം തെറ്റായിരിക്കാം കൃഷ്ണ, എന്നാലും ഞാൻ കൃഷ്ണനോട് പറയണു എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ തരൂ, അല്ല തന്നതിന് ശേഷം അത് പ്രയോഗിക്കാനോ സൂക്ഷിക്കാനോ ഉള്ള യോഗ്യത വേണമെങ്കിൽ അതും ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞ് വിനയത്തോടു കൂടിയല്ല പറഞ്ഞത്. കൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു എന്താ? സ്പർദ്ധന്മയാ സഹ, എന്നോടുള്ള സ്പർദ്ധയോടുകൂടിയാണ് ചോദിച്ചതെന്ന്. ഇതെന്താ പറയാൻ കാരണം? പിന്നീട് കൃഷ്ണന് മനസ്സിലായി എന്താ ചോദിച്ചതെന്നുള്ള ചോദ്യവും മറുപടിയും ഉണ്ടായി. ഗൃഹാണ ചക്രമിത്യുക്തോ മയാതു തദനന്തരം ജഗ്രാഹോത്പത്യ സഹസ ചക്രം സവ്യേന പാണിന ന ചൈനം അശകത് സ്ഥാനാത് സഞ്ചാലയിതുമപ്യുതാ അഥൈനം ദക്ഷിണേനാപി ഗൃഹീതും ഉപചക്രമേ. എന്താ അവിടെ നടന്നതെന്നറിയോ? ന ചൈനം അശകത് സ്ഥാനാത് സഞ്ചാലയതും അപ്യുത. എടുക്കണ കാര്യം ഇരിക്കട്ടെ, ഒന്ന് അനങ്ങിയും കൂടിയില്ല. ഒരനക്കം ഒരു വരവണ്ണത്തിന് അത് നീങ്ങിയില്ല. അപ്പം എന്ത് ചെയ്തു? വലത്തെ കൈ കൊണ്ട് പരിശ്രമിച്ചു. വലത്തെ കൈ കൊണ്ട് പരിശ്രമിച്ചപ്പോഴും ചക്രം നീങ്ങണില്ല. പിന്നെ എങ്ങനെയാ അത് കൊണ്ടുപോവുക? എങ്ങനെയാണത് പ്രയോഗിക്കുക? കൃഷ്ണൻ ആ സന്ദർഭത്തെ എങ്ങനെ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ പറയുന്നത് അതുപോലെ നടന്നിരുന്നെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ ചക്രം എന്ന് പറയുന്നത് ബാഹ്യവും ഭൗതികവും ഫിസിക്കലുമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണമാണ്. എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്, ഈ പെൻസിൽ പോലെയെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഈ സ്കെയിൽ പോലെ ഒരു സാധനമാണ്, ഭൗതികമാണ്, അതിനൊരു ഭാരമുണ്ട്. ആ ഭാരം എടുക്കാൻ വയ്യാത്തതൊന്നുമല്ല. കൃഷ്ണൻ ഇഷ്ടം പോലെ കയ്യിലെടുത്ത് നടക്കണതാണ്. അതുപോലെ രണ്ട് കയ്യ് അശ്വത്ഥാമാവിനുണ്ട്. അപ്പം അതെടുക്കാൻ പറ്റാത്തതൊന്നുമല്ല. അവിടെ ചെന്ന് പൊന്തിച്ചപ്പോൾ പൊന്താത്തതിനുള്ള കാരണം ആ ദ്രവ്യത്തിൻ്റെ മുകളിൽ കൃഷ്ണൻ്റെ ആന്തരമായിരിക്കുന്ന ഒരു പ്രഭാവം അവിടെ വന്ന് പെട്ടു. അതാണത് പൊന്തിക്കാൻ പറ്റാത്തത്. നമ്മുടെ മുൻപിൽ എന്നും നമ്മെ നേരിടുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദ്രവ്യപ്രപഞ്ചത്തിൽ മനസ്സിന് പ്രയോഗിക്കാൻ പറ്റുന്ന ശക്തിയോ അല്ലെങ്കിൽ മനസ്സിന് പ്രഭാവമുണ്ടോയെന്ന്. ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിരിക്കുന്നത് ദ്രവ്യത്തിൽ നിന്നല്ല. ദ്രവ്യപ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് ദ്രവ്യാതീതമായ ഹേതുവിൽ നിന്നാണ്, ഉറവിടത്തിൽ നിന്നാണ്. അതിനെയാണ് നമ്മൾ ചേതന, ചൈതന്യം, കോൺഷ്യസ്നെസ്, പ്രജ്ഞ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മനസ്സ് പ്രജ്ഞയാണ്, ചേതനയാണ്. അപ്പം ആ ചേതനയ്ക്ക് ഈ ദ്രവ്യത്തിൽ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ പ്രയോഗിക്കാൻ സാധിക്കും.
ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ദ്രവ്യങ്ങൾ തമ്മിൽ ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനുമുള്ള പല വിധത്തിലുള്ള മെത്തേഡ്സ്, ഉപായങ്ങളാണ് കണ്ടെത്തുന്നത്. പഴയ കാലത്തോ മനസ്സുകൊണ്ട് ദ്രവ്യത്തെ വിനിയോഗം ചെയ്യാനുള്ള തപസ്സുകളായിരുന്നു പഴയ കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ബാഹ്യ റിസർച്ച്, ബാഹ്യ ഗവേഷണം. പഴയ കാലത്തോ ആന്തര റിസർച്ച്, ആന്തര ഗവേഷണം. തപസ് ചെയ്തിട്ടാണ് കൃഷ്ണൻ പലതും സമ്പാദിച്ചിട്ടുള്ളത്. തപസ് ചെയ്തിട്ടാണ് ദ്രോണൻ സമ്പാദിച്ചത്. തപസ് ചെയ്തിട്ടാണ് അർജുനൻ സമ്പാദിച്ചത്. ഈ സമ്പാദിച്ചതൊക്കെ എന്താണ്? അമ്പും വില്ലും ഭൗതികം. ആ വില്ലിൽ തൊടുക്കുന്ന ശരം അതും ഭൗതികം. പക്ഷെ ആ ശരത്തിൽ മാനസമായിരിക്കുന്ന ഒരാവേശം അതിലങ്ങോട്ട് തൊടുത്തു വിടുക. അപ്പം അത് ശക്തി കൂടി. അങ്ങനെയുള്ളതാണ് ഈ അസ്ത്രശസ്ത്രങ്ങളൊക്കെ. നല്ല പോലെ മനസ്സിലാക്കണം. ജഗ്രാഹോത്പത്യ സഹസാ ചക്രം സവ്യേന പാണിന ന ചൈനം അശകത് സ്ഥാനാത് സഞ്ചാലയിതും അപ്യുത അഥൈനം ദക്ഷിണേനാപി ഗൃഹീതും ഉപചക്രമേ. സാധിച്ചില്ല. ഇനി എന്തു വേണം? താൻ അഭിലഷിച്ചു, അതനുസരിച്ച് ചോദിച്ചു. ഒരു സെക്കൻഡ് പോലും എടുക്കാതെ കൃഷ്ണൻ തന്നു എന്ന് പറഞ്ഞു. എടുത്തോളാനാ പറഞ്ഞത്. അവിടെ ചോദിക്കലും തരലല്ല, എടുക്കലാണ്. ആ എടുക്കാൻ താൻ പരാജയപ്പെട്ടു. ഇനി ഇതിലധികം ഈ സന്ദർഭത്തെ കൈകാര്യം ചെയ്യാൻ ഒരു വഴിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതുപോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ സന്ദർഭങ്ങളും. ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് വീർപ്പുമുട്ട് വരരുത്, പരാജയബോധം വരരുത്. എന്തു തന്നെ വന്നാലും അതിനെ കവച്ചു വയ്ക്കാനുള്ള ഒരു വിശേഷപ്പെട്ട വൈഭവം അണുവിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. മനുഷ്യ മനസ്സാണ് അതിൻ്റെ താക്കോൽ തുറക്കാനുള്ളവർ. അതിൻ്റെ താക്കോൽ മനുഷ്യൻ്റെ മനസ്സിലാണ്. ആത്മാർത്ഥത, അകൈതവമായിരിക്കുന്ന ഭക്തി, പരമസത്യത്തിലുള്ള വിശ്വാസം, ആ ആത്മബലം. മനസ്സാണ് ദ്രവ്യത്തേക്കാൾ മികച്ചത്, മേന്മയുറ്റത്, പ്രഭാവമുറ്റത്. മനസ്സാണ്. ദ്രവ്യം അതിന് താഴെയുള്ളൂ. നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളിലുള്ള മനസ്സാണ്. മനസ്സ് ദ്രവ്യമല്ല. ആ സത്തയിൽ നിന്നാണ് ഈ ശരീരസത്ത ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. ഈ അശ്വത്ഥാമാവാണ് എല്ലാവരെയും കൊന്നത്. അവസാനം 10 പേരെ ബാക്കിയുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും ഈ 10 ആരാന്നറിയണം. ഇതാ പറയാം. പാണ്ഡവന്മാർ 5 പേര്, കൃഷ്ണൻ്റെ സേനാധിപനായിരിക്കുന്ന സാത്യകി, പിന്നെ മറുഭാഗത്തുള്ള കൃതവർമാവ്, അശ്വത്ഥാമാവ്, അതിനുശേഷം കൃഷ്ണനും. ഇങ്ങനെ 10 പേരെ ആ യുദ്ധത്തിൽ മിച്ചം വന്നുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു. അവസാനത്തെ കൂട്ടക്കൊല നടത്തിയതാണ് ഈ അശ്വത്ഥാമാവ്. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാളും കൊണ്ടുവന്ന് എല്ലാവരുടെയും കഴുത്ത് നിഷ്കരുണം മുറിച്ചു തള്ളി. ഇത് ചെയ്തിട്ട് അശ്വത്ഥാമാവിന് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളതാണ് ചോദ്യം. അശ്വത്ഥാമാവ് പരിശ്രമിച്ചു, പൊന്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുവല്ലോ. ഇനിയിപ്പോൾ കൃഷ്ണൻ്റെ ഭാഗമായി. കൃഷ്ണൻ എന്തു വേണമെങ്കിൽ പറയാം, ചോദിക്കാം. എന്തായാലും അശ്വത്ഥാമാവ് വന്ന ആളാണ്. തൻ്റെ കയ്യിലുള്ള ചക്രം ആവശ്യപ്പെട്ടു, എടുത്തോളാൻ പറഞ്ഞു, തന്നു എന്ന് പറഞ്ഞു. എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇതെന്താ ചോദിക്കാൻ കാരണം? ഒന്ന് അറിയണ്ടേ ഉള്ളുകള്ളി എന്ന് പറഞ്ഞ് കൃഷ്ണൻ ചോദിക്കുന്നു. യസ്മാത് പ്രിയതരോ നാസ്തി മമാന്യ പുരുഷോ ഭുവി നാദേയം യസ്യ മേ കിഞ്ചിത് അഭിധാരാഹ സുതാസ്തഥാ തേനാപി സുഹൃദാ ബ്രഹ്മൻ പാർത്ഥേന ക്ലിഷ്ടകർമ്മണ നോക്തപൂർവമിദം വാക്യം യത്വം മാം അഭിഭാഷസേ. കൃഷ്ണൻ പറയുക എന്താ പറയണത്? യസ്മാത് പ്രിയതരോ നാസ്തി മമാന്യ പുരുഷോ ഭുവി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. ഈ ഏറ്റവും എന്നുള്ള വാക്കിന് കൃഷ്ണൻ ഉപയോഗിക്കുമ്പോൾ വലിയ അർത്ഥമാണ്. നിങ്ങളൊക്കെ പറയും എനിക്ക് ഏറ്റവും പ്രിയമാണ് നിന്നോടെന്ന് പറയും. ഏറ്റവും പ്രിയം ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, തൊണ്ടയിൽ നിന്ന് താഴ്ത്ത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതിൻ്റെ അപ്പുറത്ത് ഞാൻ വലിയൊരു കഷ്ടപ്പാടില്ല, നിങ്ങൾ എന്നെ സഹായിക്കുമോ ചോദിച്ചാൽ അതിനിപ്പോൾ ഇത്തിരി സൗകര്യം കുറവാന്ന് പറയും. കൈ നിറച്ച് വെച്ചിട്ടാണ് പറയുക. നേരെ മറിച്ച് മകനോ മകളോ ആണെങ്കിലോ എത്രയാണ് നിനക്ക് ആവശ്യം? 10,000. ആ മതിയാവുമോ? ഒരു 5 കൂടി തരാമെന്ന് പറഞ്ഞ് 10,000-ന് 15,000 കൊടുക്കും. മറ്റേ ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടല്ലോ, ആൾക്ക് 10 പൈസ പോലും നമ്മുടെ പെട്ടിയിൽ നിന്ന് വരില്ല. കൃഷ്ണൻ പറയണത് അങ്ങനെയല്ല. യസ്മാത് പ്രിയതരോ നാസ്തി മമാന്യ പുരുഷോ ഭുവി.
ഈ ഭൂലോകത്തിലെ ഈ ആളെക്കാളും പ്രിയപ്പെട്ട ഒരാൾ എനിക്കില്ല. നാദേയം യസ്യമേ കിഞ്ചിത്. എൻ്റെ കയ്യിലുള്ളത് എന്തും ഞാൻ ആ പ്രിയപ്പെട്ടവന് കൊടുക്കാൻ തയ്യാറാ. അഭിധാരാഹ സുതാസ്തഥാ. ധാരകളെ കൊടുക്കും, മക്കളെയും കൊടുക്കും, ആരെ ചോദിച്ചാലും കൊടുക്കും. അങ്ങനെയുള്ള ഒരാളുണ്ട്. തേനാഭി സുഹൃത ബ്രഹ്മൻ പാർത്ഥേന അക്ലിഷ്ടകർമ്മണ. ആരാണത്? പാർത്ഥൻ, അർജുനൻ കൃഷ്ണൻ വിവരിക്കുകയാണ്. അക്ലിഷ്ടകർമ്മണ, അനായാസം എല്ലാ പ്രവൃത്തിയും ചെയ്യാനുള്ള കുശലതയും ധൈര്യവും വീര്യവും പരാക്രമവും ശക്തിയും എല്ലാം ഉള്ള ആളാണ്. അങ്ങനെയുള്ള അർജുനൻ തേനാഭി സുഹൃത ബ്രഹ്മൻ. ഈ അർജുനൻ ഒരു യോദ്ധാവാണല്ലോ, വില്ലാളി വീരനാണ്. ആ വില്ലാളി വീരൻ എപ്പോഴും അഭിലഷിക്കുന്നത് എന്താ? തൻ്റെ ആ വീരത്വം എപ്പോഴും നിലനിർത്തണം. അപ്പം എന്തെല്ലാം അസ്ത്രമോ ശസ്ത്രമോ പാടവമോ ആയിട്ടുണ്ടോ കണ്ടാൽ അതൊക്കെ വേണം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയാവും വില്ലാളി വീരന്മാർക്ക്. അങ്ങനെയുള്ള സുഹൃത്ത്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണിലുണ്ണി എന്ന് പറയട്ടെ, ആ ആൾ പോലും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. നോക്തപൂർവമിതം വാക്യം യത്വം മാം അഭിഭാഷസേ. കൃഷ്ണൻ്റെ ചക്രം എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അശ്വത്ഥാമ, നീ എന്തേ വന്നിങ്ങനെ ചോദിച്ചത്? ബ്രഹ്മചര്യം മഹദ്ഘോരം തീർത്വാ 12 വാർഷികം ഹിമവത് പാർശ്വമാസ്ഥായ യോ മയാ തപസാർജിത. ഞാനിതൊക്കെ എന്തിനാ പറയുന്നത് പ്രേക്ഷകരെ? കൃഷ്ണൻ്റെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ നിങ്ങളുടെ മുൻപിൽ വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കാൻ. ബ്രഹ്മചര്യം മഹദ്ഘോരം തീർത്വാ 12 വാർഷികം. കൃഷ്ണൻ പറയാണ്, നിങ്ങളെ കൃഷ്ണനെ ഭഗവാൻ എന്ന് മുദ്രകുത്തി ക്ഷേത്രമുണ്ടാക്കി അവിടെ ദീപാരാധനയും ഉത്സവവുമൊക്കെ നടത്തി അങ്ങനെ കഴിഞ്ഞുകൂടുക. അതുകൊണ്ട് കാര്യം നടക്കില്ല. കൃഷ്ണൻ എന്ന് പറയുന്ന ആളെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ കൃഷ്ണഭക്തി നിങ്ങളിൽ വലിയ ഒരു മാറ്റം, വിപ്ലവാത്മകമായ മാറ്റം വരുത്തും. ആ കൃഷ്ണൻ പറയുന്നു, ബ്രഹ്മചര്യം മഹദ്ഘോരം തീർത്വാ 12 വാർഷികം. ബ്രഹ്മചര്യത്തിലാണ് ഞാൻ ഇരുന്നത്. ഹിമാലയത്തിൽ ചെന്ന് 12 കൊല്ലം തപസ് ചെയ്തു. ഞാനിത് എത്ര തവണ പറയണം കൂട്ടരെ? കൃഷ്ണൻ പറയാണ്, ഹിമാലയത്തിൽ ചെന്ന് 12 കൊല്ലം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഞാൻ തപസ് ചെയ്തു. ഹിമവത് പാർശ്വമാസ്ഥായ യോ മയാ തപസാർജിത. ഹിമവാന്റെ പാർശ്വത്തിൽ ചെന്ന് താമസിച്ച് തപസ്സോടുകൂടി തപോനിഷ്ഠയായി 12 കൊല്ലം കഴിഞ്ഞുകൂടി. ഞാൻ മാത്രമാണോ? സമാനവ്രതചാരിണ്യാം രുക്മിണ്യാം യോന്വജായത. രുക്മിണിയും അതുപോലെ വ്രതമനുഷ്ഠിച്ചു. അങ്ങനെ വ്രതമനുഷ്ഠിച്ചതിന് ശേഷം 12 കൊല്ലത്തെ വ്രതമനുഷ്ഠിച്ചതിന് ശേഷം ജനിച്ചതാണ് അന്വജായത. ജനിച്ചു ആര്? സനത്കുമാര തേജസ്വി പ്രദ്യുമ്നോ നാമമേ സുതഃ. ഈ ഒരു കാര്യത്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കൃഷ്ണൻ ഭഗവാനാ. അപ്പം ദേവകിക്ക് ജനിച്ചു. അങ്ങനെ ഞങ്ങൾ വൃന്ദാവനത്തിൽ വളർന്നു. അദ്ദേഹത്തിനൊക്കെ കിട്ടി. എങ്ങാണ്ട് കുറച്ചു കാലം സാന്ദീപനിയുടെ അവിടെ പോയി പഠിച്ചു. ഇതേ ഉള്ളൂ എന്നാണ് നിങ്ങളുടെ വിചാരം. ഇത് ഭാഗവതം പറയുന്നതാണ്. 1400 കൊല്ലം മുമ്പ് എഴുതിയ ഭാഗവതം. 5100 ചില്ലാനും കൊല്ലം മുമ്പ് വ്യാസദേവൻ എഴുതി വെച്ച മഹാഭാരതത്തിൽ ആ മനുഷ്യകൃഷ്ണൻ്റെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. സമാനവ്രതചാരിണ്യാം രുക്മിണ്യാം യോന്വജായത സനത്കുമാര തേജസ്വി പ്രദ്യുമ്നോ. സനത്കുമാരൻ, ആ സനത്കുമാരൻ്റെ തേജസ് മുഴുവനുമുണ്ട്. അദ്ദേഹം പുത്രനായി എനിക്ക് ജനിച്ചതാണ് പ്രദ്യുമ്നൻ. ആ പ്രദ്യുമ്നോ നാമമേ സുതഃ. എൻ്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള പുത്രനുണ്ടല്ലോ. തേനാപ്യേതൻ മഹദ്ദിവ്യം ചക്രം അപ്രതിമം രണേ ന പ്രാർത്ഥിതം അഭൂന്മൂഢ യദിദം പ്രാർത്ഥിതം ത്വയാ. ആ പ്രദ്യുമ്നൻ പോലും ഈ ചക്രം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടില്ല. അവന് ചോദിക്കാൻ എന്താ വിഷമം? അച്ഛൻ്റെ ചക്രം എനിക്ക് വേണം കേട്ടോ. പറയാ, എടുക്കുക, അത്രയല്ലേ വേണ്ടു. ചോദിക്കുക കൂടി വേണ്ട മകന്. അച്ഛനുള്ളതൊക്കെ മകൻ്റെയാ. ആ പ്രദ്യുമ്നൻ എന്നോട് ചോദിച്ചില്ല. തേനാപ്യേതൻ മഹദ്ദിവ്യം ചക്രം അപ്രതിമം രണേ. ഇത് വളരെ ദിവ്യമായിരിക്കുന്ന ഒരു ചക്രമാണ്. രണേ അപ്രതിമം. ഇതിന് സദൃശമായിട്ടോ ഇതിനെ തുലനം ചെയ്യാവുന്നതായിട്ട് വേറെ ഒരു ആയുധവും യുദ്ധത്തിലില്ല.
ന പ്രാർത്ഥിതം അഭൂത്. ആ കുട്ടി എന്നോട് വന്ന് ചോദിച്ചില്ല, യദിദം പ്രാർത്ഥിതം ത്വയാ, നിനക്കൊരു വിഷമം ഉണ്ടായില്ല, കൃഷ്ണ എനിക്ക് ആ ചക്രം വേണം, ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രഹ്മശിരോസ്ത്രം നിനക്ക് തരാം എന്ന് പറഞ്ഞ് ചോദിക്കാൻ ഒരു വിഷമവും ഉണ്ടായില്ല. ഭാരതാചാര്യപുത്രസ്ത്വം മാനിതഃ സർവയാദവൈ ചക്രേണ രഥിനാം ശ്രേഷ്ഠ കം നു താതാ യുയുത്സസേ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇവരാരും ചോദിക്കാത്ത ഒരു സമ്പത്താണ് എൻ്റെ കയ്യിലുള്ളത്. അത് വാസ്തവം പറയുകയാണെങ്കിൽ ഞാൻ ഒഴിച്ച് വേറെ ഒറ്റ ആളും അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. അഗ്നിദേവൻ വരുണൻ്റെ അടുത്ത് മേടിച്ച് എനിക്ക് തന്നതാണ്. വരുണൻ്റെ അടുത്ത് ഇത് മുമ്പിലും ഉണ്ടായിരുന്നു. എനിക്ക് മുമ്പ് അനവധി ആൾക്കാർ ജനിച്ചിട്ടുണ്ട്, പല ധീരകൃത്യങ്ങളും ചെയ്തവരുണ്ട്. അവർക്കൊന്നും ഇത് കൊടുത്തില്ല. അർജുനന് ഗാണ്ഡീവം കൊടുത്തു, ആവനാഴിയും കൊടുത്തു, എനിക്ക് കൗമോദകിയും തന്നു, സുദർശന ചക്രവും തന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിന് പ്രത്യേക ഒരു അർഹതയോ എന്തെങ്കിലും ഒന്നും അവർ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുള്ള സാധനം അത് വേറൊരാൾക്ക് കൊടുക്കാൻ എങ്ങനെയാ പറ്റുക? ഒരാൾക്ക് ഉപയോഗിക്കാൻ ഒരു സാധനം തന്നു, അത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഈ തന്ന ആളോട് ചോദിക്കേണ്ടി വരും. പ്രത്യേകിച്ചും അസ്ത്രവും ശസ്ത്രവും ഒക്കെ ആവുമ്പോൾ അവർക്ക് ചില മനസ്സിൽ ചില സങ്കല്പങ്ങളും കണക്കുകൂട്ടലുകളും ഉണ്ടാവും. ഇതൊക്കെ നശിപ്പിക്കുന്നതാ, വലിയ നശീകരണ ശക്തി ഉള്ളതാ. ആ നശീകരണ ശക്തി എപ്പോൾ പ്രയോഗിക്കണം, ആരിൽ പ്രയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം, അത് വെറും ഒരു പ്രതിരോധമായിട്ട് കണക്കാക്കാമോ, അതോ അതിനുള്ള ഒരു അവസരമുണ്ടോ? നമ്മുടെ കയ്യിലിപ്പോൾ പല വിധത്തിലുള്ള ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും ഒക്കെ ഉണ്ട്, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. എങ്ങാനും ഒരു യുദ്ധം തുടങ്ങിയാൽ പെട്ടെന്ന് കൊണ്ടുപോയി അതങ്ങ് അടുക, അത് പറ്റില്ല. അത് വളരെയധികം ആലോചിച്ചിട്ട് വേണം. അവസാന സ്റ്റെപ്പാണ് എന്താ, അത് പ്രയോഗിച്ചാൽ പിന്നെ ഒന്നും അവിടെ ബാക്കി നിൽക്കില്ല. ജന്മജന്മങ്ങൾ തലമുറകളോളം നീണ്ടു നിൽക്കുന്നതാണ് അതിൻ്റെ നശീകരണ ശക്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം, ദീർഘദൃഷ്ടിയോടുകൂടി വേണം. അവിടെ വ്യക്തികളുടെ വികാരം, ആ വികാര മനസ്സിന് സ്ഥാനമില്ല. ആലോചനാബുദ്ധിക്കാണ് അവിടെ സ്ഥാനം. പ്രയോഗിക്കാമോ, പ്രയോഗിച്ചാൽ എന്തുണ്ടാവും, എപ്പോൾ വേണം എന്നൊക്കെ ആലോചിക്കണം. അത് ആലോചിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സും ബുദ്ധിയുമാണ്. അപ്പം മനസ്സിനും ബുദ്ധിക്കും അതിന് തക്ക വൈഭവം വേണം, സഹനശക്തി വേണം, നിയന്ത്രണം വേണം, ക്ഷമ വേണം, സഹിഷ്ണുത വേണം, ഉദാരമായിട്ടുള്ളൊരു ബുദ്ധി, മറ്റുള്ളവരോട് ദയവ്, ഇങ്ങനെ പല വിധത്തിലുള്ളതായ വ്യത്യസ്ത വികാരങ്ങൾ സമ്മേളിച്ച് അതിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഒരു വിശേഷപ്പെട്ട പാകം അല്ലെങ്കിൽ പക്വത ഉണ്ടെങ്കിലേ അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് തന്നത്. ഭാരതാചാര്യപുത്രസ്ത്വം മാനിതഃ സർവയാദവൈഹി. അശ്വത്ഥാമാവേ എങ്ങനത്തവനാ? ഭരതവംശത്തിലെ ആചാര്യൻ്റെ പുത്രനാണ്, ദ്രോണാചാര്യൻ്റെ പുത്രനാണെന്ന്. ആ ദ്രോണാചാര്യൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ട സ്ഥാനമൊന്നുമല്ല. ചക്രേണ രഥിനാം ശ്രേഷ്ഠ, രഥികളിൽ വെച്ച് വളരെ ശ്രേഷ്ഠമാണ്. ഈ ചക്രം കൊണ്ട് കം നു താത യുയുത്സസേ, ഈ ചക്രം എൻ്റെ അടുത്ത് നിന്ന് മേടിക്കാൻ ആവശ്യപ്പെട്ടുല്ലോ. ആരോടുകൂടി പൊരുതാനാണ്, യുദ്ധം ചെയ്യാനാണ്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ആലോചിക്കുവപ്പാ. നമ്മുടെ പൂർവിക മനസ്സുകളുടെ വിവരണമാണത്. പൂർവിക മനസ്സുകൾ എങ്ങനെയായിരുന്നു, അതിന് വിശാലത എത്രയുണ്ട്, സന്നദ്ധത എത്രയുണ്ട്, അതിൻ്റെ മാഹാത്മ്യം എത്രയുണ്ട്, അതിൻ്റെ അചിന്ത്യ ശക്തി വൈഭവം എത്രത്തോളമുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ്. ഏവമുക്തോ മയാ ദ്രൗണി മാമിദം പ്രത്യുവാച പ്രയുജ്യ ഭവതേ പൂജാം യോത്സ്യേ കൃഷ്ണ ത്വയാ സഹ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏവമുക്തോ മയാ ദ്രൗണി. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, ഇത് പറഞ്ഞത് കേട്ടിട്ട് അശ്വത്ഥാമാവ് എന്താ പറഞ്ഞേ? മാമിദം പ്രത്യുവാച. കൃഷ്ണൻ തന്നെ പറയണു, ആശ്ചര്യസൂചകമായി. ആ അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ പുത്രൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അഹോന്ന്. പ്രയുജ്യ ഭവതേ പൂജാം യോത്സ്യേ കൃഷ്ണ ത്വയാ സഹ. ആദ്യമായിട്ട് ഈ ചക്രം എനിക്ക് കിട്ടിയാൽ അങ്ങയെ തന്നതിന് ഞാൻ പൂജിച്ച് നമസ്കരിച്ച് സത്കരിച്ചതിന് ശേഷം രണ്ടാമത് ഈ ചക്രം അങ്ങയുടെ കഴുത്തിലാ പ്രയോഗിക്കാൻ പോണെ. യോത്സ്യേ കൃഷ്ണ ത്വയാ സഹ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് കിട്ടിയതിന് ശേഷം കൃഷ്ണ അങ്ങയുടെ കഴുത്തിലാണ് എനിക്കിത് പ്രയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്ന്.
ഞാൻ ഈ ചക്രം ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? പ്രാർത്ഥിതം തേ മയാ ചക്രം ദേവദാനവപൂജിതം അജേയസ്യാമിതി വിഭോ സത്യമേതദ്ബ്രവീമിതേ. ഉള്ളു തുറന്ന് ഞാൻ സംസാരിക്കട്ടെ കൃഷ്ണ. എൻ്റെ മനസ്സിലുള്ളത് എന്താ? പ്രാർത്ഥിതം തേ മയാ ചക്രം ദേവദാനവപൂജിതം. ദേവന്മാരും ദാനവന്മാരും ഒരുപോലെ ശ്ലാഘിക്കുന്നതും പൂജിക്കുന്നതുമായ ഈ വിശേഷപ്പെട്ട അമാനുഷ ശക്തിപ്രഭാവമുള്ള ചക്രമുണ്ടല്ലോ, അജേയസ്യാം ഇതി വിഭോ. ഇതങ്ങോട്ട് കയ്യിൽ കിട്ടിയാൽ അശ്വത്ഥാമാവ് അജയ്യന. ലോകം മുഴുവനും തലകുലുക്കി സമ്മതിച്ച് ഞാൻ പറയണത് അവരനുസരിക്കേണ്ടി വരും. അത്ര വിശേഷപ്പെട്ട ഒരു ശക്തിയാണ് എനിക്ക് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതാ സത്യം പറയണു എന്ന് പറഞ്ഞു. ആര്? അശ്വത്ഥാമാവ്. ഈ സംഭവം നിങ്ങളോട് വിവരിച്ചത് എന്തിനാ? കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഒരു ദേവസ്ഥാനം കൽപ്പിച്ചു കൊടുത്ത് ക്ഷേത്രത്തിൽ പൂജിച്ച് ദീപാരാധനയും പാൽപ്പായസവുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആ സമ്പ്രദായം പറ്റില്ല. കൃഷ്ണൻ എന്നുള്ള വാക്കിന് ഒരർത്ഥമുണ്ട്. ആ കൃഷ്ണനെ ചിത്രീകരിക്കുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തിൽ 2 ആപ്തവാക്യങ്ങളാണ്. എന്താണത്? യതോ ധർമ്മ തതോ ജയ, യതഃ കൃഷ്ണ തതോ ജയ. യതോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. യതഃ കൃഷ്ണ തതഃ ജയ. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ജയമുണ്ടെന്ന്. ആ കൃഷ്ണൻ എങ്ങനെയിരുന്നാ ജയിപ്പിച്ചത്? മനുഷ്യനായിരുന്നു. സാധാരണ ദിവ്യമായിട്ട് വല്ല സംഭവങ്ങളും ഉണ്ടാവുമ്പോൾ ആവശ്യത്തിന് അങ്ങോട്ട് വരും. എന്നിട്ടോ തത്രൈവാന്തരധീയത, അവിടെ തന്നെ അങ്ങോട്ട് മറഞ്ഞങ്ങോട്ട് പോകും. അവിടെ തന്നെ മറഞ്ഞങ്ങോട്ട് പോകും. ഇത് കൃഷ്ണൻ ജനിച്ചത് മുതൽക്ക് 125 വയസ്സ് കഴിയുന്നത് വരെ ഒരേപോലെ ഒരേ ശരീരത്തിൽ എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. ചൂതുകളി നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, അത് തടുക്കാൻ പറ്റിയില്ല. തിരിച്ചു വന്ന് വിവരം അറിഞ്ഞപ്പോൾ ക്ഷമയില്ലാതെ പാണ്ഡവന്മാരെ പോയി കാണാൻ പോയി. ഒരു മനുഷ്യനല്ലേ സാധാരണ അങ്ങനെ ചെയ്യുക? എല്ലാം അങ്ങനെയാണ്. പ്രാർത്ഥിതം തേ മയാ ചക്രം ദേവദാനവപൂജിതം അജേയസ്യാം ഇതി വിഭോ സത്യമേതത് ബ്രവീമിതേ. അപ്പം ഈ സംഭാഷണം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആ കൃഷ്ണൻ എന്ന് പറയുന്ന മാനുഷ വ്യക്തിത്വം എങ്ങനെയാണ് വളർന്നത്. അതിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നു, ഹിമാലയത്തിൽ ഞാനും രുക്മിണിയും കൂടി പോയി തപസ് ചെയ്ത് ആ തപസ്സിൻ്റെ ഫലമായി 12 കൊല്ലത്തെ തപോനുഷ്ഠാനത്തിൻ്റെ ഫലമായി ജനിച്ച പ്രദ്യുമ്നൻ എന്ന് പറയുമ്പോൾ കൃഷ്ണന് നിങ്ങൾ എന്ത് സ്ഥാനമാണ് കൽപ്പിച്ചു കൊടുക്കേണ്ടത്? ഇതാണ് ഭഗവത്ഗീതയിൽ അദ്ദേഹം പറയുന്നത്. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. ഒരു മനുഷ്യ ശരീരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഉള്ളിലുള്ള പ്രഭാവത്തിനെ കുറിച്ച് മനുഷ്യരാരും ചിന്തിക്കുന്നില്ല. അവരെന്നെ അവജാനന്തി, മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും പഴിചാരുന്നുമുണ്ട്. എൻ്റെ ഉള്ളിലുള്ള വിശേഷപ്പെട്ട ആ ഭാവം മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും പരബ്രഹ്മമാണ്, പരമാത്മാവാണ്, പരമേശ്വരനാണ്. നമ്മുടെ ശരീരം ഭൗതികം, അതിലുള്ള ജീവനുണ്ടല്ലോ, അതിന് ഓജസ്സും തേജസ്സും ഉണർവും നൽകുന്ന ജീവൻ, ആ ജീവൻ പരമേശ്വരൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പം കൃഷ്ണൻ്റെ മാനുഷത്വം വിവരിക്കുകയാണ് നിങ്ങളുടെ ഭൂമാനന്ദ സ്വാമി. ഭൂമാനന്ദ സ്വാമി നിർത്തുന്നില്ല, ഇനിയും പറയാം. കൃഷ്ണൻ്റെ ദൂതിനെ പറഞ്ഞയച്ച സന്ദർഭമുണ്ടല്ലോ, ആ സമയത്ത് കൃഷ്ണനും പാണ്ഡവന്മാരും എല്ലാവരും കൂടി സംസാരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്, ഉപായപ്പെട്ടതൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ കൃഷ്ണൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അതിൻ്റെ മാനുഷ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അവതരണം നടത്തിയത്. കൃഷ്ണൻ തന്നെ പറയുന്ന കാര്യങ്ങളാണല്ലോ, വേറൊരാൾ പറയുന്നതല്ല. ഒരാളെ പറ്റി വേറൊരാൾ പറയും, ഇനി ഒരാൾ പറയും, ആ ആൾ സ്വയം പറയും. സ്വയം പറയുന്ന വിവരണമാണിത്. ഇത് ഏതിനോടനുബന്ധിച്ചാണ് പറഞ്ഞത്? അശ്വത്ഥാമാവ് രാത്രി വന്ന് കൊടുങ്കൊല ചെയ്തു. അത് കേട്ടപ്പോൾ ദ്രൗപദിയുടെ മനസ്സ് തളർന്നു. അശ്വത്ഥാമാവിനെ കൊല്ലണം, ശിരസിലുള്ള മണി എടുക്കണം എന്നൊക്കെയായി. അതല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്നായി. അപ്പോൾ ഭീമൻ അത് കേട്ട് പോയി ഭീമനെ തട്ടി ഉണർത്തി പറഞ്ഞയച്ചു. അപ്പോൾ ഭീമൻ തന്നെ പോവരുത്. അശ്വത്ഥാമാവ് ഉപായപ്പെട്ടവനല്ല, കയ്യിൽ ബ്രഹ്മശിരോസ്ത്രം കയ്യിലുണ്ട്. അതുകൊണ്ട് പോകുമ്പോൾ നിങ്ങളും കൂടെ പോകണം യുധിഷ്ഠിര, അർജുന എന്ന് പറഞ്ഞയക്കുമ്പോൾ ആ അശ്വത്ഥാമാവായി നടന്ന പൂർവ്വ വൃത്താന്തം പറഞ്ഞ് ധരിപ്പിച്ച് അവരോടും കൂടി പോകാൻ പറഞ്ഞതാണ് സംഭവം. നമുക്കിവിടെ പ്രാധാന്യം അതല്ല. നമുക്കിവിടെ പ്രാധാന്യം കൃഷ്ണൻ സ്വയം തൻ്റെ ജീവിതത്തെയും തൻ്റെ മാനുഷ സ്വഭാവത്തെയും
ഹിമാലയത്തിൽ നിന്ന് തപസ് ചെയ്തതും അതിലുണ്ടായ കുട്ടിയെ പറ്റിയിട്ടും ഒക്കെ പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെട്ടതും ആവശ്യപ്പെട്ടതും. മഹാഭാരത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. അതിന് വ്യാപ്തി കൂടി, പുരോഗതിയും കൂടി വരുന്നു. അവസാനം യുധിഷ്ഠിരൻ്റെ മനസ്സിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു ഉറപ്പും ഒരു തീരുമാനവും പെട്ടെന്ന് ഉദിക്കില്ല. യുധിഷ്ഠിരന് മനസ്സിന് നല്ല വിഷമം. എങ്ങനെയാ ഈ സഹോദരന്മാരോട് കൂടി യുദ്ധം ചെയ്യുക? എന്നാൽ യുദ്ധം ചെയ്യാതെ പറ്റുമോ? അവർ പറഞ്ഞതും ഞാൻ സമ്മതിച്ചതും ഒക്കെ ചെയ്തു. 12 കൊല്ലം വനവാസം, 1 കൊല്ലം അജ്ഞാതവാസം, അതും പൂർണ്ണമായി കണ്ടുപിടിക്കപ്പെടാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടണം, അതൊന്നുമില്ല. അപ്പം എങ്ങനെയെങ്കിലും ഈ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം. അതിന് എന്താണൊരു വഴി? നമ്മൾ യുദ്ധപ്രിയന്മാരാണ്, ദുര്യോധനാളികളെ കൊന്നു കാണണം, പാണ്ഡവന്മാരങ്ങനെ ഒരു ഹീനബുദ്ധിയുള്ളവരാണ് എന്ന് ഒരാൾക്കും തോന്നരുത്. എൻ്റെ സ്വന്തം ധർമ്മബുദ്ധി, എൻ്റെ കുലത്തിനോട് എനിക്കുള്ള കടമ, വരും തലമുറകളോടുള്ള ബാധ്യത, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഈ യുദ്ധം നടക്കാൻ പോവുകയാണെങ്കിൽ ഇത് ഇന്ദ്രപ്രസ്ഥക്കാർ, ഹസ്തിനപുരക്കാർ തന്നെ നടത്തുന്നതാവില്ല. അവരും പറഞ്ഞയക്കും. നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികൾക്കുള്ളിൽ എത്രയെല്ലാം നാട്ടുരാജാക്കന്മാരുണ്ടോ അവരെ എല്ലാവരെയും സമീപിച്ച് ഞങ്ങൾക്ക് വേണം സൈന്യം എന്ന് പറഞ്ഞ് അവരുടെ പക്ഷം ഇങ്ങോട്ട് മേടിക്കും. നമ്മളും പറഞ്ഞയക്കും. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധമാകും. സർവ്വ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പടയാളികൾ വരും. എത്ര പേരാണ് അണിനിരക്കാൻ പോണതെന്ന് പറയാൻ പറ്റില്ല. ഇവരെല്ലാവരും, ബാക്കി വരുന്ന ഒരു പിടി ആളുകൾ ഒഴികെ എല്ലാവരും കൊന്നൊടുക്കപ്പെടും. ഇത് പറ്റില്ല, നമുക്ക് ഒഴിവാക്കണം. അതിന് അവരാരും തയ്യാറാവില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും ഒരാളെ ഒരു സന്ധി സംഭാഷണത്തിന് പറഞ്ഞയക്കണം. അതിനെന്താണ് വഴി? അപ്പോൾ കൃഷ്ണൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൃഷ്ണനോട് പറയുകയാണ് യുധിഷ്ഠിരൻ, ഈ ദൃശേത്യർത്ഥകൃച്ഛേസ്മിൻ കമന്യം മധുസൂദന ഉപസംഭ്രഷ്ടുമർഹാമി ത്വാമൃതേ പുരുഷോത്തമ. ഈ ഒരു കാര്യം വളരെ പ്രഗണി പിടിച്ചതാണ്, വളരെ ഗൗരവമുള്ളതാണ്. ശത്രുഭാഗത്തേക്കാണ് പോകുന്നത്. അവിടെ കെങ്കേമന്മാർ പലരും ഉണ്ട്. ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ടാവാം, വിതുരനുണ്ട്, ധൃതരാഷ്ട്രനുണ്ട്, ദുര്യോധനാദികൾ ധാരാളം പേരുണ്ട്. അവരുടെ മന്ത്രിമാർ, പ്രമുഖന്മാർ എല്ലാവരും ഉണ്ട്. അവരുടെ ഇടയിൽ പോയിട്ട് നമുക്കിത് പറയണം. വളരെ വളരെ കൃച്ഛസാധ്യമായിട്ടുള്ളൊരു കാര്യമാണിത്. എതിർഭാഗത്ത് ചെല്ലുക, അവരോട് സന്ധിക്ക് വേണ്ടി സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങും, എന്തൊക്കെ പറയും, എന്തൊക്കെ ആവശ്യപ്പെടും, അവരുടെ പ്രതികരണം എന്താ, ആ പ്രതികരണത്തിനനുസരിച്ച് വാചാലതയോടുകൂടി ഇപ്പുറത്തുനിന്ന് സംസാരിക്കാൻ പറ്റണം. വലിയ ഒരു തുലാസ് തൂക്കലാണ് അത് എളുപ്പമല്ല. അതികൃഷ്ണമാണത്. അസ്മിൻ കമന്യം മധുസൂദന, ഹേ മധുസൂദന കൃഷ്ണ, വേറെ ആരെയാ ഞാൻ പറഞ്ഞയക്കുക? ആരാണ് പോവുക? ഉപസംഭ്രഷ്ടുമർഹാമി ത്വാമൃതേ പുരുഷോത്തമ. എൻ്റെ അഭിപ്രായത്തിൽ കൃഷ്ണൻ മാത്രമേ ഇതിന് പോയാൽ ശരിയാവുള്ളൂ. വേറെ ഒരാളും നമുക്ക് വേണ്ടപ്പെട്ട കാര്യം വേണ്ടതുപോലെ മനസ്സിലാക്കി യുക്തിസഹമായി നല്ല ഭാഷയിൽ നല്ല ചിട്ടയോടുകൂടി അവതരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. കൃഷ്ണനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഇരുന്നിട്ടുള്ള ആളാണ്. ഞങ്ങൾ അനുഭവിച്ച ആപത്തുകൾ മുഴുവൻ അറിയാം. ആ ആപത്തുകളിൽ എല്ലാ സമയത്തും സംരക്ഷിച്ചിട്ടുള്ള ആളാണ്. വസ്ത്രാക്ഷേപ സമയത്ത് മാത്രം കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ അറിയുന്ന ഒരാൾ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഉപസംപൃഷ്ടുമർഹാമി ത്വാമൃതേ പുരുഷോത്തമ, പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായുള്ളോവേ കൃഷ്ണനല്ലാതെ ഒരാളെയും പറഞ്ഞയക്കാൻ ഞാൻ കാണുന്നില്ല എന്ന്. കൃഷ്ണനത് കേട്ടുടനെ കൃഷ്ണന്റെ മറുപടിയാണ്, ഏവമുക്ത പ്രത്യുവാച ധർമ്മരാജം ജനാർദ്ദന ഉഭയോരേവ വാമർത്ഥേ യാസ്യാമി കുരു സംസദം. നിങ്ങളാണെങ്കിൽ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ കൂട്ടിയാൽ കൂടുമോ? കുരുക്കളുടെ സദസ്സിലേക്കാണ് പോണത്, ഒറ്റയ്ക്കാണ് ഞാൻ പോണത്, നിങ്ങളാരും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടതുപോലെ സംസാരിക്കണം. അതിനുള്ള പ്രാപ്തി, അതിനുള്ള ആ മഹാശയത്വം എനിക്ക് വേണമല്ലോ. അങ്ങനെ സംശയിച്ചൊന്നുമില്ല. ഏവമുക്ത പ്രത്യുവാച ധർമ്മരാജം ജനാർദ്ദനൻ ഇത് കേൾക്കേണ്ട താമസം യുധിഷ്ഠിര മഹാരാജാവിനോട് മറുപടി പറഞ്ഞു.
ഉഭയോരേവ വാമർത്ഥേ യാസ്യാമി കുരു സംസദം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉഭയോരേവ വാമർത്ഥേ. ഞാനിവിടെ പോകുമ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇപ്പുറത്ത് പാണ്ഡവന്മാരുണ്ട്, അവരുടെ ദൂതം കൊണ്ടാണ് ഞാൻ പോകുന്നത്. സന്ദേശവാഹകനായി സന്ധി സംഭാഷണത്തിനാണ് പോകുന്നത്. എനിക്ക് പാണ്ഡവന്മാരുടെ താല്പര്യമോ ഇഷ്ടമോ മാത്രമാവില്ല. ആരോട് ഞാൻ സംസാരിക്കുന്നുവോ അവരുടെ ഉത്തമ താല്പര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടുപേരുടെയും ഉത്തമ താല്പര്യം ഒരുപോലെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. ഒരു സന്ധി സംഭാഷണത്തിന് പുറപ്പെടുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് വേണ്ടത് നേടിയെടുക്കണം എന്നല്ല. ഞാൻ നേടുന്ന സമയത്ത് അത് അനുവദിച്ച് തരുന്നവരെ ഒരിക്കലും ഞാൻ കൊട്ടയിലിറക്കരുത്, കുളത്തിലിറക്കരുത്. ഇങ്ങനെ ഒരു വിചാരം നമുക്ക് എപ്പോഴും വേണം. കൺസിലിയേഷൻ എന്നൊരു സമ്പ്രദായം ഉണ്ട് നമുക്ക്. കൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 50-50 എന്നാണ് എല്ലാവരും പറയുക. നിങ്ങൾക്ക് 10,000 വേണം, അവർ പറയണു എത്രയാ? 3,000 തരാമെന്ന്. അപ്പോൾ അവരുടെ 3,000 ഒന്ന് വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ 10,000 ഒന്ന് കുറയ്ക്കുക, എന്നിട്ട് 6ലോ 7ലോ 5ലോ അവസാനിപ്പിക്കുക. ഇങ്ങനെ ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഈ തരാം എന്ന് പറയുന്നവർക്ക് എത്രത്തോളം തരാൻ പറ്റും, എത്ര തന്നാൽ അവർക്കത് സഹിക്കാൻ പറ്റും, അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താകും, ഇത് കിട്ടിക്കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം പറയാൻ. അപ്പം കൃഷ്ണൻ പറയാണ്, ഉഭയോരേവ വാമർത്ഥേ യാസ്യാമി കുരു സംസദം. ഞാൻ പോകുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുള്ള വിചാരം എന്തായിരിക്കും? രണ്ട് പക്ഷക്കാർക്കും ഒരുപോലെ നന്മയരുളുന്ന ഒരു സന്ധിയെ ഞാൻ തീർക്കുള്ളൂ, പറയുള്ളൂ, അതിനു വേണ്ടിയേ സംസാരിക്കുള്ളൂ എന്നാ. ശമം തത്ര ലഭേയം ചേത് യുഷ്മദർത്ഥ മഹാഭയൻ പുണ്യം മേ സുമഹദ്രാജൻ ചരിതം സ്യാൻ മഹാഫലം. ശമം തത്ര ലഭേയം ചേത്. ഞാൻ അവിടെ പോയി സമാധാനമുണ്ടാക്കാൻ സാധിച്ചാലോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ അവിടെ പോയി സമാധാനമുണ്ടാക്കാൻ സാധിച്ചാലോ, ശാന്തി ഉറപ്പുവരുത്തിയാലോ, നിങ്ങൾ തമ്മിലുള്ള കലഹവും അടുത്തെത്തിയിരിക്കുന്ന യുദ്ധവും ഒഴിവാക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലോ, യുഷ്മദർത്ഥ മഹാഭയൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാധയില്ലാത്ത വിധത്തിൽ വേണം ഈ സന്ധി നടത്തുകയാണെങ്കിൽ നടത്താൻ. അത് സാധിച്ചാൽ പുണ്യം മേ സുമഹദ്രാജൻ ചരിതം സ്യാൻ മഹാഫലം. ഒരു വലിയ പുണ്യമാണ് എനിക്കുണ്ടാവുക. അപ്പം ആ പോകുന്നത് ഞാനൊരു പുണ്യകർമ്മമായി കണക്കാക്കുന്നു. അതിലൊരു പുണ്യഫലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്നത് സെക്കുലറായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ലൗകികമായൊരു പ്രവൃത്തിയാണ്, ഒരു ഭരണദൗത്യമാണ്, ഒരു യുദ്ധദൗത്യമാണ്. നഷ്ടപ്പെട്ടു പോയതായ രാജ്യം വീണ്ടെടുക്കാനാണ് നിങ്ങൾ നോക്കുന്നത്, കയ്യിലുള്ളത് ഉറപ്പിച്ച് നിർത്താനാണ് അവർ നോക്കുന്നത്. അപ്പം ഇതൊരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതിമഹത് പുണ്യകർമ്മമാണത്. ചരിതം സ്യാൻ മഹാഫലം. അതിൽ നിന്ന് കിട്ടുന്ന നേട്ടമോ എൻ്റെ ജീവിതത്തിൽ തന്നെ, നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരധ്യായമായിരിക്കും അത്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ പോവാന്ന്. ശമം തത്ര ലഭേയം ചേത് യുഷ്മദർത്ഥ മഹാഭയൻ പുണ്യം മേ സുമഹദ്രാജൻ ചരിതം സ്യാൻ മഹാഫലം. പ്രേക്ഷകരെ, ഞാനിത് ഓരോ ശ്ലോകമെടുത്ത് അവതരിപ്പിച്ച് അതിൻ്റെ അർത്ഥവും പദവും വിവരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണനാണിത് ആരാ? മനുഷ്യനായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കാം. ഒരു ദേവനാണെങ്കിൽ ദേവന് പുണ്യം ആവശ്യമുണ്ടോ? നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യകാര്യങ്ങളാണ്, മനുഷ്യ ദൗത്യങ്ങളാണ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്, മനുഷ്യൻ്റെ പെരുമാറ്റ സംഹിതയാണ് നാം പ്രതിപാദിക്കുന്നത്. അവിടെ വേറെ ഒന്നിനും സ്ഥാനമില്ല. അവിടെ ഈശ്വരനെ നമ്മൾ ചിലപ്പോൾ ഇറക്കുമതി ചെയ്യും, ദേവന്മാരെയും കൊണ്ടുവരും. ആരെയൊക്കെ കൊണ്ടുവന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആവശ്യം മാനുഷ പാഠങ്ങളും മൂല്യങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും നിഷ്ഠകളും നിയന്ത്രണങ്ങളും ആദർശങ്ങളുമാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ശമം തത്ര ലഭേയം ചേത് യുഷ്മദർത്ഥം അഹാഭയൻ പുണ്യം മേ സുമഹദ്രാജൻ ചരിതം സ്യാൻ മഹാഫലം. യുധിഷ്ഠിരൻ. അപ്പം അത് കേട്ടിട്ട് യുധിഷ്ഠിരൻ പറയാണ്, ന മമൈതന്മതം കൃഷ്ണ യത്വം യായാഹ കുരൂൻ പ്രതി. ഞാൻ വേറെ ഒരാളും ഇല്ല എനിക്ക് പറഞ്ഞയക്കാൻ എന്ന് പറഞ്ഞത് ശരിയാ. എന്നാലും കൃഷ്ണനെ അവരുടെ മധ്യത്തിലേക്ക് പറഞ്ഞയക്കാൻ യുധിഷ്ഠിരന് തീരെ ഇഷ്ടമില്ല. എവിടേക്കാണ് ഈ പോണത്? ഒരു ശത്രു കൂട്ടത്തിലേക്കാണ് പോണത്, ഒറ്റയ്ക്കാണ് പോണത്.
അപ്പം എനിക്ക് പറഞ്ഞയക്കുന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. സമേതം പാർത്ഥിവം ക്ഷത്രം ദുര്യോധനവശാനുഗം തേഷാം മധ്യാവതരണം തവ കൃഷ്ണ നരോജയേ. കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിലുള്ള വിഷമം, എൻ്റെ മനസ്സിലുള്ള ഉത്കണ്ഠ, നമുക്ക് രക്തച്ചൊരിച്ചൽ ഒഴിവാക്കണം. എന്തെങ്കിലും വിട്ടുകൊടുത്തോ വേണ്ടെന്ന് വെച്ചോ ഒരു സന്ധി ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിലുള്ള ഒരു അഭിലാഷവും നിർബന്ധവുമാണ്. സമ്മതിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പേരിൽ കൃഷ്ണനെ പറഞ്ഞയക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സമേതം പാർത്ഥിവം ക്ഷത്രം ദുര്യോധനവശാനുഗം. അവർ 100 പേരാണ് സഹോദരന്മാർ. നമ്മളിവിടെ 5 പേരേ ഉള്ളൂ. 5-നെതിരെ 100 എന്ന് പറയുമ്പോൾ 20 ഇരട്ടിയാണ്. ആ 20 ഇരട്ടിയുള്ള സഹോദരന്മാരെല്ലാവരും കൂടി ഈ ഭൂമണ്ഡലത്തിൽ മുഴുവൻ ചെന്ന് പരന്നിട്ടുണ്ടാവും. അങ്ങനെ സർവ്വദിക്കിലും വലയിട്ട് പിടിച്ച് എല്ലാ പ്രബല രാജാക്കന്മാരും അവരുടെ കയ്യിലാവും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് തേഷാം മധ്യാവതരണം തവ കൃഷ്ണ നരോജയേ. അവിടേക്ക് എൻ്റെ കൃഷ്ണനെ പറഞ്ഞയക്കണത് എനിക്ക് ഒരിക്കലും മനസ്സിന് രുചിയുള്ള കാര്യമല്ല. മനസ്സിൽ ഉത്കണ്ഠയുണ്ട്, ഭയമുണ്ട്, ആശങ്കയുണ്ട്. എന്തു വരുമോ എന്നുള്ള വിപത്ത്, അതിനെപ്പറ്റിയിട്ടുള്ള ആലോചനയും എനിക്കുണ്ടെന്ന്. സമേതം പാർത്ഥിവം ക്ഷത്രം ദുര്യോധനവശാനുഗം തേഷാം മധ്യാവതരണം തവ കൃഷ്ണ നരോജയേ. അത് കേട്ട ഉടനെ കൃഷ്ണൻ പറയുകയാണ്, നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. ഇതൊരു ദേവമനുഷ്യ സംവാദമല്ല, മനുഷ്യ സംവാദമാണ്. മനുഷ്യ സംവാദമാണ്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എഡിറ്റർമാരിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, സ്വാമിജി ഇങ്ങനെ പറഞ്ഞാൽ ഈ കൃഷ്ണന് ഒരു ഭഗവത് സ്ഥാനമുണ്ടല്ലോ, അത് വിചാരിച്ച് പലരും സ്തുതിക്കുന്നവരുടെ മനസ്സിൽ എന്താകുന്നു? ആ ഭഗവാൻ തന്നെ അർജുനോട് പറഞ്ഞതെന്താ? എന്നെ വേണ്ടതുപോലെ മനസ്സിലാക്കുന്നവർ എന്നെ പോലെ ആയിത്തീരുന്നു. ഈ എന്നെ പോലെ ആവലെന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണത്വം അവർക്ക് കിട്ടുന്നു. അപ്പം കൃഷ്ണൻ്റെ ശരിയായിട്ടുള്ള സ്വരൂപമോ മഹിമയോ എന്താണെന്ന് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് ഇങ്ങനത്തതാണ്, എനിക്ക് സമസ്വഭാവിയാണ് ഞാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെടാത്തവൻ എന്നുള്ള വ്യത്യാസമില്ല, സമോഹം സർവഭൂതേഷു എന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതേമാതിരി ഒരു മനസ്ഥിതി നമുക്കും കടഞ്ഞെടുക്കണം, വളർത്തിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം മനുഷ്യൻ്റെ നിലയിലിരുന്ന് എപ്പോഴും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പം ഭാരതം 5100 ചില്ലാനം കൊല്ലം മുൻപ് ജനിച്ച കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്ന വ്യാസൻ, അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ അറിയണ്ടേ? അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറയുന്ന വാക്കിന് എന്താണ് അർത്ഥം? ഒരു 16,008 കല്യാണം കഴിച്ചു, ദ്വാരക കെട്ടി, അതൊട്ട് സമുദ്രത്തിൻ്റെ അടിയിലും പോയി ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? ഇവിടെ ശരിയായ കൃഷ്ണനെ പരിപൂർണമായി വിവരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, യഥോ ധർമ്മ തഥോ ജയ, യഥഃ കൃഷ്ണ തഥോ ജയ എന്ന് പറഞ്ഞുവല്ലോ. ആ കൃഷ്ണനെ വിവരിക്കുന്നതാണ് ഈ മഹാഭാരതം. അതിന് താഴെ നിൽക്കുള്ളൂ ഭാഗവതം. അപ്പൊ കൃഷ്ണൻ ഇത് കേട്ടിട്ട് മറുപടി പറയാണ്, നജാബി മമ പര്യാപ്താഹ സഹിതാഹ സർവപാർത്ഥിവാഹ ക്രുദ്ധസ്യ സംയുഗേ സ്ഥാതും സിംഹസ്യ ഏവ ഇതരേ മൃഗാഹ നജാബി മമ പര്യാപ്താഹ സഹിതാഹ സർവപാർത്ഥിവാഹ. ഈ ഭൂമണ്ഡലത്തിലുള്ള രാജാക്കന്മാരും ചക്രവർത്തിമാരും എല്ലാവരും കൂടി വന്നോട്ടെ, എൻ്റെ മുമ്പിൽ നിൽക്കാൻ ഒരൊറ്റ ആൾക്ക് പറ്റില്ല. വരുന്നത് വരെ അവർ മീശ മുറുക്കി അമ്പും വില്ലും ഗതിയുമൊക്കെ ആയിട്ട് വന്നോട്ടെ, വാളായിട്ട്. വന്ന് നിന്ന് കഴിഞ്ഞാലോ നചാബി മമ പര്യാപ്താഹ, ഞാൻ ഒറ്റയ്ക്കൊരാൾ മതി. നമ്മുടെ രാവണൻ്റെ 14,000 സേന ജനസ്ഥാനത്ത് വന്നിരുന്നു. കരദൂഷണ ത്രിശിരസ്സുകളുടെ മേൽനോട്ടത്തിൽ, നേതൃത്വത്തിൽ. അവരെ നേരിട്ടത് ഒറ്റ ശ്രീരാമനാണ്. ലക്ഷ്മണനോട് പറഞ്ഞു, ജ്യേഷ്ഠത്തിയമ്മയെ ഭദ്രമായി കാവലിരുന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ സേനയെ മുഴുവൻ നാമാവശേഷമാക്കി വന്ന് രാമൻ വില്ലും കുത്തിയിരുന്ന് ഒന്ന് ആശ്വസിക്കുന്ന സമയം ചിത്രീകരിക്കുന്നുണ്ട് വാൽമീകി.